വലിച്ചു പഠിക്കാതെ പരീക്ഷയ്ക്ക് വരുന്നത് മാത്രം പഠിച്ച് സ്ഥിരം പഠിച്ചു പോകുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 10th ലെവൽ എക്സാമുകൾ ക്രാക്ക് ചെയ്ത് ഒരു സർക്കാർ ജോലി നേടുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നെറ്റി ചുളിക്കേണ്ട എളുപ്പമുള്ള കാര്യമാണ്. വലിച്ചു പഠിക്കരുത്, സ്ഥിരം പഠിക്കണം. പരീക്ഷയ്ക്ക് വരുന്നത് പഠിച്ചു പോകണം. എന്താണ് പരീക്ഷയ്ക്ക് വരിക? ഡിസംബർ 28 എക്സാമിനെ മുൻനിർത്തി, കഴിഞ്ഞ 10th പ്രിലിംസിലെ എക്സാമിനെ മുൻനിർത്തി നമുക്കൊന്ന് പോയി നോക്കാം. ഏതെല്ലാമാണ് സോഴ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദൻ എം വി. വിൻഡോസ് ടുവിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ 2025 ഇത്തരം എക്സാമുകൾക്ക് വേണ്ടി മാത്രമായി, 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി മാത്രമായി നിങ്ങൾക്ക് ഒരു പെയ്ഡ് കോഴ്സിന് തുല്യമായ എല്ലാ കാര്യങ്ങളും ലഭിക്കും. ഡെയിലി ഒരു വീഡിയോ ക്ലാസ് ലഭിക്കും. അതിൽ നിന്നൊരു ഓൺലൈൻ എക്സാം അധിക ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ PDF-ഉം അവിടെ തന്നെ ലഭിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ, അപ്പോൾ രണ്ടിലും, വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും അംഗമാവുക. ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി യൂട്യൂബ് വീഡിയോസ്, വീക്കിലി ലൈവ് ക്ലാസ്സസ്, PDF നോട്ടുകൾ, PSC അപ്ഡേറ്റുകൾ, ഇതാണ് അവിടെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശത്തിലേക്ക്, നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വിൻഡോസ് നടത്തിയ 80ഓളം ക്ലാസ്സുകളുണ്ട്. ആ 80ഓളം ക്ലാസ്സുകളിൽ, അതായത് 10th പ്രിലിംസിന് മുമ്പായിട്ട് 80 ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. 80 മണിക്കൂറിന് താഴെ വരുള്ളൂ. ആ ക്ലാസ്സുകളിൽ നിന്ന് 64 മാർക്കിൻ്റെ ചോദ്യം 10th പ്രിലിംസ് ഡിസംബർ 28 ചോദിച്ചു. എല്ലാ എക്സാമുകൾക്കും അങ്ങനെ ചോദിച്ചു പോകുന്നുണ്ട്. അപ്പം അതുമാത്രം പഠിക്കുകയല്ല, ഞാൻ പറയുന്ന പാഠഭാഗങ്ങളും കൂടിയും പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം കിംബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കിംബിൾ ലഞ്ചാവോ ഡിസംബർ 28 ചോദിച്ചൊരു ചോദ്യമാണ്, എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇത് മണിപ്പൂരിലാണ്. ഇനി എല്ലാ ദേശീയോദ്യാനങ്ങളും പഠിക്കണ്ട. ആ കിംബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം എവിടെയാണ് വരുന്നത്? 9ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിൽ കിംബിൾ എന്നല്ല, കെയ്ബിൾ ലഞ്ചാവോ, രണ്ടും ഒന്ന് തന്നെയാണ്. ചലിക്കുന്ന ദേശീയോദ്യാനം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, ചോദ്യകർത്താവ് ആ പാഠപുസ്തകം മറിച്ച് നോക്കുമ്പോൾ തന്നെ അയാളുടെ കണ്ണിൽ പെടാവുന്ന രീതിയിൽ ബോക്സിലായിട്ട് കൊടുത്തിരിക്കുക. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. കെയ്ബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം എവിടെയാ? ലോക്തക്കിൽ. എവിടെയാ? മണിപ്പൂരിൽ. എന്താ ലോക്തക്കിന്റെ പ്രത്യേകത? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഒരു പോയിന്റ് കിട്ടിയോ? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്തക്. കെയ്ബിൾ ദേശീയോദ്യാനം ചെയ്യുന്നത് ലോക്തക് തടാകത്തിൽ. ഏത് സംസ്ഥാനത്ത്? മണിപ്പൂരിൽ. ചലിക്കുന്ന ദേശീയോദ്യാനം എന്ന് പറയാൻ കാരണം തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുണ്ടി. ഇപ്പൊ പുണ്ടി എന്താണെന്ന് ഓർത്തു വെച്ചോളൂ. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുണ്ടി. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയാണ് ലോക്തക്കിലെ പുണ്ടികൾ ചേർന്നതാണ് കെയ്ബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം. മാത്രമല്ല, ഇത് തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റാംസർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇനം കൂടിയാണ്. ഓരോ വാക്കിൽ നിന്നും നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. കാരണം അത്രമാത്രം കണ്ടന്റുള്ള പോയിന്റുകളുള്ള ഒരു ഭാഗമാണ് ഇത്. പൂർവാചൽ കുന്നുകളെക്കുറിച്ച് പറയുമ്പോൾ, ഉത്തര മഹാപർവ്വതത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ആ ഭാഗവും ഒന്ന് ശ്രദ്ധിക്കുക. ക്ലാസ് 9ലെ 2ാമത്തെ പാഠം, 1ഉം 2ഉം 3ഉം പാഠം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ കവർ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പിടികിട്ടിയല്ലോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ചോദ്യങ്ങളിലെ 90% ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് SCERT പാഠഭാഗത്തിലെ ഈ ഭാഗത്താണ്. ഇത് പഴതല്ല, പക്ഷെ ഇത് മാറും. ഈ പാഠഭാഗം മാറാൻ പോവുകയാണ്. 6, 8, 10ലെ പാഠഭാഗം മാറുമ്പോൾ ഇതും മാറും. പക്ഷേ ഇത് ആവർത്തിച്ച് വരാനോ ചിലപ്പോൾ 1-2 സ്ഥാപനങ്ങൾ കൂടാനോ ഉള്ള സാധ്യത ഉണ്ട്. അത് ഓർത്തു വെച്ചോളൂ. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോട്, ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എന്ന പേരിലും ഇത് പരീക്ഷയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ട ചോദ്യവും.
ഇതിൽ നിന്നാണ് 90% ചോദ്യങ്ങളും. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കണ്ടു, ഇത് പഠിക്കാതെ നമ്മൾ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഭാഗം പഠിച്ചു പോയാൽ ഈ ചോദ്യം വന്നില്ലേ? മുൻകാല ചോദ്യ പേപ്പർ പഠിച്ചാലും കിട്ടും. ഇതൊക്കെ പലതവണ ചോദിച്ചതാണ്. അപ്പോൾ സ്പൈസ് ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. മുൻകാലത്ത് ചോദിച്ചിട്ടുണ്ട്, വളരെ അപൂർവമായി മാത്രം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയി ചോദിച്ചിട്ടുണ്ട്, ഓടക്കാലിയിലാണ്. 4 നേരത്തെ ടേബിളിന്റെ അത്ര ചോദിച്ചിട്ടില്ല. ഓയിൽ പാം ഇന്ത്യ ചോദിച്ചിട്ടുണ്ട്, കോട്ടയത്താണ്. സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്, ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സ്പൈസ് പാർക്ക് ഇടുക്കിയിലെ പുറ്റടിയിലാണ്. ഓർത്തുകൊള്ളൂ, കേരളത്തിലെ ആദ്യത്തെ സ്പൈസ് പാർക്ക് ഇടുക്കിയിലെ പുറ്റടിയിലാണ്. നോക്കൂ, മറ്റൊരു ചോദ്യം ഡിസംബർ 28 വന്ന ചോദ്യം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്ന് ഡീപ്പായി ചോദിച്ച ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം കണ്ടാൽ പതറില്ല. കാരണം ബ്രിക്സിന് മുന്നേ തന്നെ ഈ ചോദ്യം വന്നിട്ടുണ്ട്. ബ്രിക്സ് നമ്മൾ ഇന്ത്യയിൽ നടക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ച് വിശദമായി പഠിച്ചു പോയവർക്ക് അതൊരു പ്രയാസമില്ല. മാത്രമല്ല ബ്രിക്സ് അതൊന്നും കൂടി ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും ഈ ചോദ്യം കണ്ടുപോയ. ഇത് തിരുവനന്തപുരത്ത് 2024 LDCക്ക് ചോദിച്ച ചോദ്യമാണ്. 2024 LDCക്ക് നാറ്റോയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം കണ്ടവർക്ക് ഒരു ട്രെൻഡ് മനസ്സിലുണ്ടായിട്ടുണ്ടാവും. നാറ്റോയുമായി ചോദിക്കാനുള്ള കാരണം എന്താണ്? അത് SCERT ബുക്കിൽ വന്നുകൊണ്ടല്ല, കറണ്ട് അഫയേഴ്സാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ നാറ്റോ വളരെയധികം ശ്രദ്ധയിൽപ്പെട്ട രാജ്യമാണ്. നമുക്ക് അവിടേക്ക് വരാം. അപ്പോൾ അത് ചോദിച്ച ഒരാൾക്കറിയാം ബ്രിക്സും വളരെ പ്രധാനപ്പെട്ട ഒരു ആഗോള സംഘടനയാണ്. മാത്രമല്ല അതിൽ ഇന്ത്യ അംഗമാണ്. ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ബ്രിക്സ് പഠിച്ചിരിക്കണം. എന്ന് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ചർച്ച ചെയ്തതാണ് നമ്മൾ നാറ്റോൻ്റെ. ഇപ്പം 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് റഷ്യയിലാണ്. ആ ഒരു ചോദ്യവും വന്നു ഈ പരീക്ഷയ്ക്ക്. ഒപ്പം തന്നെ ഈ ചോദ്യം വന്നു 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അപ്പോൾ 16ാം ഉച്ചകോടി കസാനിലാണ് നടന്നത്. കസാൻ റഷ്യയിലാണ്, ഇവിടെ ചൈനയിലാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം അങ്ങനെ സ്ഥിരം ആസ്ഥാനമില്ല. ബ്രിക്സിന് ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? അതും ചൈനയിലാണ്, ന്യൂഡൽഹിയിലല്ല. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഇത് ശരിയാണ്, ഇതും ശരിയാണ്. അപ്പോൾ 16ാമത്തെ ഉച്ചകോടിയാണ് 2024 നടന്നത്. കസാനിലാണ്, റഷ്യയിലാണ്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ 1ഉം 4ഉം ആണ് ശരി. ആ 1ഉം 4ഉം ശരി എന്നുള്ളത് ആൻസർ ഡിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. 2024 ബ്രിക്സ് സമ്മേളനം റഷ്യ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ബ്രിക്സിനെ കുറിച്ച് നമ്മൾ ഓർക്കുക. ഏതൊക്കെയാണ് ബ്രിക്സിലെ രാജ്യങ്ങൾ അറിഞ്ഞിരിക്കണം, എളുപ്പമാണ്. വികസ്വര രാജ്യങ്ങളാണ്. അതുകൊണ്ട് ബ്രിട്ടൻ അല്ല, ബ്രസീലാണ് ബ്രിക്സിൽ വരുന്നത്. ബ്രസീൽ, അത് കഴിഞ്ഞാൽ റഷ്യ, അത് കഴിഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. C ചൈന, സൗത്ത് ആഫ്രിക്ക. ആദ്യം വരുമ്പോൾ ബ്രിക്കേ ഉണ്ടായിരുന്നുള്ളൂ, BRIC. പിന്നീട് 2010 സൗത്ത് ആഫ്രിക്ക കൂടി വരുന്നപ്പോഴാണ് ബ്രിക്സ് ആയിട്ട് മാറിയത്. ഓക്കെ, അത് എളുപ്പമാണല്ലോ. ആരാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്? ഓർത്തിരിക്കണം. ആരാണ്? ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ജിം ഒ നിൽ ആണ്. കാരണം ബ്രിക്സിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. അമേരിക്കയുടെ ഡോളറിനെ മാറ്റി ഒരു പുതിയ കറൻസി ഒക്കെ വരാൻ പോവുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ട്രെൻഡുകൾ. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ PSC ബുള്ളറ്റ് നോക്കുക. അതുപോലെ തന്നെ മനോരമ, മാതൃഭൂമി തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള തൊഴിൽ പ്രസിദ്ധീകരണങ്ങളുടെ കറണ്ട് അഫയേഴ്സ് വീക്കിലി വരുന്നുണ്ടല്ലോ, അത് നോക്കുക. ഇനി അതൊന്നും നോക്കാൻ നിങ്ങൾ സമയമില്ലെങ്കിൽ ഇത് മുഴുവൻ കവർ ചെയ്യുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ് ഇപ്പോൾ ഈ വർഷം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. 6 വീഡിയോ കഴിഞ്ഞു. നിങ്ങൾക്ക് ഫുള്ള് തരും. എന്തൊക്കെ തരും? മനോരമയിലും മാതൃഭൂമിയിലും തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വരുന്ന കറണ്ട് അഫയേഴ്സ്, PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ്. അത്ര ശ്രദ്ധിച്ചാൽ മതി. മുൻകാല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമാണ്. അവിടെയും എളുപ്പവഴി ഇല്ലേട്ടാ. ഒറ്റ കറണ്ട് അഫയേഴ്സ് വീഡിയോസിൽ ഇത് മുഴുവൻ കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലല്ലോ. കാരണം 10 മാർക്ക് മുതൽ 20 മാർക്ക് വരെയാണ് കറണ്ട് അഫയേഴ്സ് വിവിധ 10th ലെവൽ എക്സാമുകൾക്ക് വരുന്നത്. അതിൻ്റെ പ്രാധാന്യം അതിന് കൊടുക്കുക. ഇപ്പം ബ്രിക്സ് എന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ 5 പ്രധാന വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. 2001 ഗോൾഡ്മാൻ സാക്സിലെ സാമ്പത്തിക വിദഗ്ധനായ ജിം ഒ നീൽ ആണ്
ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ വളർന്നു വരുന്ന സാമ്പത്തിക ശക്തി പ്രതിനിധീകരിക്കുന്നതിനായി ബ്രിക്സ് എന്ന ചുരുക്കപ്പേര് ഉപയോഗിച്ചു വരുന്നു. ഈ ക്ലാസ്സുകൾ നിങ്ങൾ അവസാനം വരെ കാണുക. സോഴ്സ് എവിടെ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. എല്ലാ ചോദ്യങ്ങളും പോകുന്നില്ലെങ്കിലും പ്രധാനമായും നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടും ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഇനിയുള്ള ക്ലാസ്സുകളും തുടർച്ചയായിട്ട് വരും. അപ്പോൾ 2010 ദക്ഷിണാഫ്രിക്ക ഈ കൂട്ടായ്മയിൽ ചേർന്നതോടെയാണ് ബ്രിക്സ് എന്ന പേര് സ്വീകരിച്ചത്. എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഒന്ന് സാമ്പത്തിക സഹകരണമാണ്, മറ്റൊന്ന് രാഷ്ട്രീയ സഹകരണമാണ്, മറ്റൊന്ന് സാമൂഹിക സഹകരണമാണ്, സാംസ്കാരിക സഹകരണമാണ്. സാംസ്കാരിക സഹകരണം, സാമൂഹിക സഹകരണം, രാഷ്ട്രീയ സഹകരണം, സാമ്പത്തിക സഹകരണം, ഇതാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. വാർഷിക ഉച്ചകോടി, എല്ലാ വർഷവും വാർഷിക ഉച്ചകോടി നടക്കും. 5 രാജ്യങ്ങളുടെ പരമോന്നത നേതാക്കളും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഓരോ വർഷവും ഓരോ അംഗരാജ്യവും ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കും. ഒരു വികസന ബാങ്ക് വന്നു, NDB ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് 2014 സുസ്ഥിര വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകലാണ് ലക്ഷ്യം. ചൈനയിലെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ്. ഓർത്തിരിക്കുക, ആസ്ഥാനം എവിടെയാണ്? ചൈനയിലെ ഷാങ്ഹായിലാണ്. 2024 ഒരു പ്രത്യേകത ഉണ്ട്. പുതിയ രാജ്യങ്ങൾ കൂടി ചേരുകയാണ് ബ്രിക്സിലേക്ക്. ഏതൊക്കെയാ? അർജന്റീന വന്നിട്ടുണ്ട്, ഈജിപ്ത് വന്നിട്ടുണ്ട്, എത്യോപ്യ വന്നിട്ടുണ്ട്, ഇറാൻ വന്നിട്ടുണ്ട്, സൗദി അറേബ്യ വന്നിട്ടുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ കൂടി കൂട്ടിച്ചേർക്കാൻ തീരുമാനിക്കുന്നുണ്ട്. മനസ്സിലായോ? വികസനം വന്നു. ഏതൊക്കെയാ? അർജന്റീന, ബ്രസീൽ ഉണ്ടെങ്കിൽ അപ്പോൾ അർജന്റീനയും വരണമല്ലോ. പിന്നെ ഈജിപ്ത് നമ്മുടെ പഴയൊരു കക്ഷിയാണല്ലോ. എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ബ്രിക്സിൻ്റെ 2023 ഉച്ചകോടി എന്ന് പറയുന്നത് 15ാം ഉച്ചകോടിയാണ്. അതുകൂടി ഓർത്തു വെച്ചോളൂ. അത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടായിരുന്നു. അതിൽ അന്നത്തെ പ്രസിഡന്റ് സിറിൽ റാമഫോസയായിരുന്നു അധ്യക്ഷൻ. ഇപ്പം പുതിയ 6 രാജ്യങ്ങളെ എടുക്കാൻ തീരുമാനിച്ചത് ആ ഉച്ചകോടിയിലാണ്. അർജന്റീന, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. 16ാമത്തെ ഉച്ചകോടി ബ്രിക്സ് 2024 റഷ്യയിലെ കസാനിൽ വെച്ച് നടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് അധ്യക്ഷത വഹിച്ചത്. വികസിപ്പിച്ച അംഗത്വത്തോടുകൂടി ആദ്യ ഉച്ചകോടിയാണ്. സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ, അതായത് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം, സുരക്ഷ, സമ്പദ് വ്യവസ്ഥ, ധനകാര്യം, സാംസ്കാരിക കൈമാറ്റം. ഇനി അടുത്ത ഉച്ചകോടി അതുകൂടി ഓർത്തു വയ്ക്കുക. 17ാമത്തെ ഉച്ചകോടി ബ്രസീലിൽ വെച്ച് നടക്കും. ബ്രസീലിൽ വെച്ച് നടക്കും. ബ്രസീൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ലേ, അംഗരാജ്യങ്ങൾ അധ്യക്ഷ സ്ഥാനം റൊട്ടേറ്റ് ചെയ്യാണ്. 2025 ആരാണ്? ബ്രസീലാണ്. ആഗോള ദക്ഷിണേന്ത്യയിലെ സഹകരണം ശക്തിപ്പെടുത്തുക. ദക്ഷിണേന്ത്യയിലട്ടാ, ആഗോള സഹകരണം ശക്തിപ്പെടുത്തുക. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ദക്ഷിണേഷ്യനാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ ഭരണം പ്രോത്സാഹിപ്പിക്കുക. US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് ബദൽ പേയ്മെന്റ് സംവിധാനങ്ങൾ വികസിപ്പിക്കുക. ഇത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ അംഗരാജ്യങ്ങൾ ചേർന്നതുകൊണ്ടും ഈ ഒരു നിലപാടുള്ളതുകൊണ്ടും ഇത് ലോകത്ത് പ്രധാനമായ ഒരു സംഘടനയായി മാറാൻ പോവുകയാണ്. മാത്രമല്ല ഇന്ത്യ അതിൽ അംഗവുമാണ്. നിലവിലെ ബ്രിക്സിന്റെ പ്രസിഡന്റ് ആരായിരിക്കും? അതാ ബ്രസീലിലെ പ്രസിഡന്റ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ പേരൊന്ന് ഓർത്തു വെച്ചോളൂ. ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ എന്ന് ഓർത്തു വെച്ചാൽ മതി. അതാണ് പുതിയ പ്രസിഡന്റ്. ഇപ്പൊ നോക്കൂ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് 2024 തിരുവനന്തപുരം LDCയിൽ ചോദിച്ച ചോദ്യമാണ്. 1949 ഇത് സ്ഥാപിതമായത് എന്നാണ് ആദ്യത്തേത്. യെസ്, ശരിയാണ്. 1949 സ്ഥാപിതമായത്. ഇതിന്റെ ആസ്ഥാനം ജനീവയാണ്. തെറ്റാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. ശരിയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ഇത് തെറ്റാണ്. ഉക്രൈൻ ഇതിലേക്ക് വരാൻ ശ്രമിച്ചതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത്. അതുകൊണ്ട് തന്നെ ഈ സംഘടന കാലികമായി വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് ഇതിലെ ഒന്ന് ശരിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആസ്ഥാനം ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. തെറ്റാണ്.
റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ഉക്രൈൻ പ്രവേശിക്കാൻ വേണ്ടി നിലപാടെടുത്തതാണ്. പ്രവേശനം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 2ഉം 4ഉമാണ്. അതുകൊണ്ട് ഡി അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. 1949 ഏപ്രിൽ 4 നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ്. ഇതൊരു സൈനിക സഖ്യമാണ് കേട്ടോ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സൈനിക സഖ്യമാണ്. ബെൽജിയത്തിലെ ബ്രസൽസിലാണ് ഇതിൻ്റെ ആസ്ഥാനം കേട്ടോ. എവിടെയാ? ബെൽജിയത്തിലെ ബ്രസൽസിൽ. ബാഹ്യശക്തികളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായാൽ അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കും. 12 രാഷ്ട്രങ്ങൾ ആരംഭിച്ചതാ. ഇപ്പൊ 32 രാജ്യങ്ങളുണ്ട്. ഇസ്രയേലും നാറ്റോയുമായി പ്രത്യേക ബന്ധം തന്നെയുണ്ട്. ഉക്രൈൻ നാറ്റോ അംഗത്വം നേടാൻ ശ്രമിക്കുന്നത് റഷ്യയെ ചൊടിപ്പിച്ചിരുന്നു. ഇതാണ് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലേക്ക് നയിച്ച ഒരു പ്രധാന കാരണം. ഫിൻലൻഡ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ അംഗമായി. ഫിൻലൻഡും സ്വീഡനും അംഗമായി. ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതല്ല, ഞാൻ മുന്നേ ഉണ്ടാക്കിയ നോട്ട് നിന്ന് കോപ്പി എഴുതുക. അത് അംഗമായി. 2023 ഫിൻലൻഡ് അംഗത്വം നേടി. 2024 ഫെബ്രുവരി 26 ഹംഗറി പാർലമെന്റ് സ്വീഡന്റെ നാറ്റോ പ്രവേശത്തിന് അംഗീകാരം നൽകി. ഹംഗറിയിലെ പാർലമെന്റ് ലോക മഹായുദ്ധങ്ങളിലൂടെയും ശീതയുദ്ധത്തിലൂടെയും നിഷ്പക്ഷത പുലർത്തിയിരുന്ന നോർഡിക് രാജ്യത്തിന്റെ ചരിത്രപരമായ നീക്കത്തിന് മുന്നിലുള്ള അവസാന തടസ്സമാണ് ഇതോടുകൂടി നീങ്ങിയത്. ഹംഗറി പാർലമെന്റ് അനുവാദം കൊടുത്തോടുകൂടി 20 വർഷത്തെ നിഷ്പക്ഷതയും സൈനിക സഖ്യേതര നയവും ഉപേക്ഷിച്ചിട്ടാണ് സ്വീഡൻ നാറ്റോയിൽ ചേരുന്നത്. ഓക്കെ, അപ്പൊ 2024 സ്വീഡൻ അംഗത്വം എടുക്കുന്നത്. നാറ്റോയിൽ അംഗത്വം എടുത്ത അവസാനത്തെ രാഷ്ട്രം സ്വീഡനാണ്. ഉക്രൈൻ മെമ്പറാണോ? അല്ല. ഉക്രൈൻ ഒരു നാറ്റോ മെമ്പർ അല്ല, ഒരു പാർട്ട്ണർ കൺട്രിയാണ്. അതായത് നാറ്റോയുമായി അടുത്ത സഹകരണമുണ്ട്. പക്ഷെ അംഗത്വം കൊടുക്കാൻ വേണ്ടി ശ്രമം നടന്നിരുന്നു. അതിപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യമേത്? അതേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അതാരാണ്? അത് മറന്നു പോകണ്ട, അത് ഫിൻലൻഡാണ്. ഏറ്റവും അവസാനം നേടിയത് സ്വീഡൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത് കണ്ടുപോകുന്ന ഒരാളത് പഠിച്ചിരിക്കാതിരിക്കും. അങ്ങനെയാണ് ചില ആളുകൾ ചിലപ്പോൾ സയൻസ് മാറ്റി വെക്കുക. നിങ്ങൾ സയൻസ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ സയൻസ് യൂട്യൂബ് വീഡിയോ ഇട്ടാൽ നിങ്ങൾ അധികം പേരും കാണുന്നില്ല. ജോഗ്രഫി, ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചു പോകും. അപ്പോൾ സയൻസും പഠിക്കുക എളുപ്പമാണ്. ഇപ്പോൾ ഈ ചോദ്യം നോക്കൂ, ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഈ സയൻസ് ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ബൗൺസ് ചെയ്യുന്ന ചോദ്യം. നോക്കൂ, ഈ ഒരു ചോദ്യം നോക്കൂ, 10th ലെവൽ പ്രിലിം സ്റ്റേജ് 2 2022. അങ്ങനെ പഠിക്കാച്ചാൽ 2000 ചോദ്യങ്ങളേ ഉള്ളൂ. ആ 2000 ചോദ്യം പഠിച്ച ഈ ചോദ്യം നിങ്ങൾക്ക് കിട്ടി. 2000 ചോദ്യം പഠിച്ച അത്രയും ചോദ്യം എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ അതുമായി കണക്റ്റഡ് ഫാക്ട്സ് മാത്രം ചെയ്തിട്ട് 64 ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, അത് ഓപ്ഷൻ ഒന്ന് മാറ്റി കൊടുത്തു. ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? 4 ഇരട്ടിയാവും. അതെങ്കിലും ഒന്ന് ഓർത്തു വെക്കാൻ പറ്റില്ലേ? ബാക്കി പലതും കൊല്ലങ്ങളൊക്കെ ഓർത്തു വെക്കുന്ന ഒരാൾക്ക് പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 ഇരട്ടിയാവും. എന്താ അതിന്റെ സൂത്രവാക്യം? അതുകൂടി താല്പര്യമുള്ളവരൊന്ന് ഓർത്തു വെച്ചോളൂ. ഗതികോർജത്തിന്റെ സൂത്രവാക്യം ½ mv² എന്നാണ്. അപ്പൊ ഈ v ആണല്ലോ ഇരട്ടിക്കുന്നത്. v ഇരട്ടിച്ചാൽ വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 2v എന്ന് കൊടുക്കണം. വിനെയാണ് നമ്മൾ പ്രവേഗം എന്ന് പറയുന്നത്, വെലോസിറ്റി. അപ്പൊ 2v² ആയി. അപ്പൊ ½ m × 2ന്റെ ഇരട്ടി 4 അല്ല സ്ക്വയർ 4, വിന്റെ v². ഈ 4 പുറത്തേക്ക് എടുത്താൽ 4 × ½ mv² എന്ന് വരില്ലേ? ഈ ½ mv²ന്റെ 4 ഇരട്ടി ആയില്ലേ? അപ്പൊ സൂത്രവാക്യം എന്താണ്? ½ mv². ഈ v² ആയതുകൊണ്ടാണ് പ്രവേഗം ഇരട്ടിച്ചാൽ 2v എന്നുള്ളത് 4v ആയിട്ട് 4v² ആയി മാറി. അപ്പൊ 4 ഇരട്ടിയായി, 4 ഇരട്ടി ആവും. നിങ്ങൾ വിചാരിക്കുന്നത്ര പ്രയാസമില്ല സയൻസ് ഒന്നും. പല ചോദ്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് പിടിച്ചെടുക്കാൻ പറ്റും. ഇനി നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് യാന്ത്രികോർജമാണ് ഇത് രണ്ടും, ഗതികോർജവും സ്ഥിതികോർജവും. അതിൽ ഗതികോർജം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ്. അതായത് പാഞ്ഞു വരുന്ന ഒരു ബസ്സിനുള്ളത് ഗതികോർജമാണ്. നിലത്തേക്ക് വീഴുന്ന ഒരു തേങ്ങയ്ക്കുള്ളത് ഗതികോർജമാണ്. ഒരു വസ്തുവിന്റെ സ്ഥാനം അല്ലെങ്കിൽ അതിന്റെ ക്രമീകരണം കൊണ്ട് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഇപ്പൊ അണക്കെട്ടിൽ തങ്ങി നിൽക്കുന്ന ജലം, അതിനൊരു ഊർജമുണ്ട്, അത് സ്ഥിതികോർജമാണ്.
തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന തേങ്ങ, അതിൻ്റെ സ്ഥാനം കൊണ്ട് അതിനൊരു ഊർജ്ജമുണ്ട്. അതാണ് ഗതികോർജ്ജം, അല്ല സ്ഥിതികോർജ്ജം. അപ്പോൾ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും സിമ്പിളാണ്. ഒരു സ്ഥാനം കൊണ്ട് മുകളിലൊരു വസ്തു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പ്രിങ്, വലിച്ചു നീട്ടിയ സ്പ്രിങ്, അതിൻ്റെ കോൺഫിഗറേഷൻ കൊണ്ട് അതിനൊക്കെ ഒരു ഊർജ്ജമുണ്ട്. അതിന് വിട്ട് കഴിഞ്ഞാൽ അതിനൊരു ഊർജ്ജം വരും. തേങ്ങ അതിൻ്റെ ഞെട്ടിൻ്റെ വീണ് കഴിഞ്ഞാൽ താത്തയ്ക്ക് വീഴും. അണക്കെട്ടിലെ വെള്ളം ടർബൈനിലൂടെ പോകുമ്പോൾ അപ്പോൾ അതിന് ഗതികോർജ്ജം കിട്ടും. അതൊക്കെ എവിടെ നിന്നാണ്? അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന സ്ഥിതികോർജ്ജമാണ് അവിടെ ഗതികോർജ്ജമായിട്ട് മാറുന്നത്. അപ്പോൾ യാന്ത്രികോർജ്ജങ്ങൾ രണ്ട് തരം, ഗതികോർജ്ജവും സ്ഥിതികോർജ്ജവും. സ്ഥാനം കൊണ്ട് ലഭിക്കുന്നത് സ്ഥിതികോർജ്ജം, ചലനം കൊണ്ട് ലഭിക്കുന്നത് ഗതികോർജ്ജം. ഇപ്പോൾ ഗതികോർജ്ജത്തിൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ കണ്ടു, ½ mv² ആണ്. അതിൽ m എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ പിണ്ഡമാണ്, v വസ്തുവിൻ്റെ പ്രവേഗമാണ്. അപ്പോൾ ഈ അര സ്ഥിരമായതുകൊണ്ട് ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്നത് അതിൻ്റെ പിണ്ഡവും അതിൻ്റെ പ്രവേഗവുമാണ്. വസ്തുവിൻ്റെ പിണ്ഡവും പ്രവേഗവും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജം കൂടുന്നു. പ്രവേഗം ഇരട്ടിയാകുമ്പോൾ ഗതികോർജ്ജം 4 ഇരട്ടിയാകും. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അത് വിചാരിച്ച ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിക്കേണ്ട, ഞാൻ നോട്ടായി ഇവിടെ തന്നിട്ടുണ്ട്. പിണ്ഡം പകുതിയാകുമ്പോഴും പ്രവേഗം ഇരട്ടിയാകുമ്പോഴും അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അതും ആ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്, അവിടുന്ന് ചോദ്യം വരാം. പിണ്ഡം പകുതിയാകുമ്പോഴും പ്രവേഗം ഇരട്ടിയാകുമ്പോഴും, ഇത് രണ്ടാകുമ്പോഴും ഗതികോർജ്ജം ഇരട്ടിയാകും. കാരണം പിണ്ഡം പകുതിയായി, ½ mv² m പകുതിയായി. അപ്പോൾ ഇവിടുന്ന് 4v² ആവുമല്ലോ. ഈ 2v ഇരട്ടിച്ചിട്ട് ആ 4ഉം 2ഉം വെട്ടിപ്പോയാൽ പിന്നെ ഇവിടെ 2 ഉണ്ടാവുള്ളൂ. അപ്പം പിണ്ഡം പകുതിയാകുമ്പോഴും പ്രവേഗം ഇരട്ടിയാകും. പിണ്ഡം പകുതി മാത്രമായാലോ ഗതികോർജ്ജവും പകുതിയാവും. പിണ്ഡം ഇരട്ടിയായാലോ ഗതികോർജ്ജവും ഇരട്ടിയാവും. കാരണം എമ്മിന് സ്ക്വയർ ഒന്നുമില്ല. m പകുതിയായ ഗതികോർജ്ജവും പകുതിയായി, m ഇരട്ടിയായാൽ ഗതികോർജ്ജവും ഇരട്ടിയായി. പക്ഷെ വീല് മാറ്റം വരുമ്പോൾ വീല് ഇരട്ടിയാകുമ്പോൾ സ്ക്വയർ വരും, 4 ഇരട്ടിയാകും. ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. രണ്ടും കൂടി ചോദിച്ചാൽ ഇപ്പം പിണ്ഡം ഇരട്ടിയായി, അപ്പം 2 പ്രവേഗം ഇരട്ടിയായി, അപ്പോൾ അവിടെ 2ൻ്റെ സ്ക്വയർ. ഇത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ 2 × 2² എത്ര വരും? 4, 8 ഇരട്ടിയാവും കൂടുതൽ ഉള്ളവർക്ക്. ഇതിനപ്പുറത്തൊരു ചോദ്യം, ഇത്തരം ചോദ്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇതും കൂടി ഓർക്കുക, പിണ്ഡം പകുതിയാകുമ്പോഴും പ്രവേഗം ഇരട്ടിയാകുമ്പോഴും ഗതികോർജ്ജം ഇരട്ടിയാകും. ഓക്കെ, ഇനി അടുത്തത് എന്താ? 1 മീറ്റർ ഉയരമുള്ള ഒരു മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 kg മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജ്ജം എന്തായിരിക്കും? 2024 LDC തിരുവനന്തപുരത്ത് ചോദിച്ചതാ സ്ഥിതികോർജ്ജം. ഗതികോർജ്ജത്തിന്റെ സൂത്രവാക്യം ഞാൻ പറഞ്ഞു, ½ mv². സ്ഥിതികോർജ്ജത്തിന്റെ സൂത്രവാക്യം ഓർത്തു വെച്ചോളൂ, mgh. m എന്ന് പറഞ്ഞാൽ മാസാണ്, g എന്ന് പറഞ്ഞാൽ ത്വരണമാണ്, ഗുരുത്വാകർഷണ ബലം മൂലമുണ്ടാകുന്ന ത്വരണമാണ്. അതെപ്പോഴും 10 m/s എന്നുള്ള നിലയിൽ നിങ്ങൾ കൂട്ടിയാൽ മതി. ശരിക്കും 9.8 m/s² ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾ ഇത്ര m/s ആണ്, അല്ല s² ആണ് ത്വരണമായതുകൊണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ 9.8 എന്നുള്ളതിന് പകരം 10 എന്ന് എടുത്താൽ മതി. ഇവിടെ mgh കൊടുത്തു കഴിഞ്ഞാൽ m മാസ്, g ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, h എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, എത്ര ഉയരത്തിൽ സ്ഥിതി ചെയ്യും. അതിൽ നമുക്കിവിടെ m നമുക്കറിയാം. m എത്രയാ? മാസ് എത്രയാ? 0.2 kg. 0.2 kg. 0.2 × g നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10 എന്ന് എടുത്തോളാൻ. h എത്രയാ? എത്ര ഉയരത്തിലാ? അത് 1 മീറ്റർ ഉയരത്തിലാണ്. അപ്പോൾ h 1. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ? 0.2 × 10 2 ആണ്, 2 × 1 2 ആണ്. സോ 2 ജൂളാണ് അവിടുത്തെ ആൻസർ. സിമ്പിൾ അല്ലേ? mgh-ഉം ½ mv² ഓർത്ത് വയ്ക്കാൻ എന്തോട് വിഷമമുള്ളത്? ഒന്നും മനസ്സിരുത്തി അത് കിട്ടില്ലേ? നിങ്ങൾ അതിനോടുള്ള ആ സയൻസിനോടുള്ള ടെൻഷൻ മാറ്റും. അവിടെ നിന്നുണ്ടല്ലോ ഈ പ്രിലിംസിന് 20 മാർക്ക്. ഓക്കെ, യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISRO-യുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മുൻകാല ചോദ്യ പേപ്പറും SCERT ടെക്സ്റ്റ് ബുക്കും മാത്രം റെഫർ ചെയ്താൽ മതി. ISRO-യുമായി ബന്ധപ്പെട്ട് SCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എങ്ങനെ നമുക്ക് ഈ ഉത്തരം എഴുതാമെന്ന് എഴുതാം. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേഷണങ്ങൾ നടത്തി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാഠഭാഗത്ത് നിന്ന് വരുന്ന 10ാം ക്ലാസ്സിൽ 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ഓർത്തു വെച്ചോളൂ, ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി 1962. പിന്നീട് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO.
അപ്പോൾ ആദ്യം ഉണ്ടാവുന്നത് ഏതാണ്? ഓർക്കുക, 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതിയാണ് രൂപപ്പെടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി 62-ൽ, 69-ൽ ISRO. അത് അവിടുന്ന് ആ പോയിന്റ് ഓർത്ത് വെച്ച ഒരാൾക്ക് ഇത് തെറ്റാണെന്ന് മനസ്സിലായി. 1969-ലാണ്. അപ്പോൾ ഒന്ന് വരാൻ പാടില്ല. അപ്പോൾ ഇത് പോയി 2 ഓപ്ഷൻ മാത്രമായിട്ട് ചുരുങ്ങിയോ? 2 പോയി കിട്ടിയോ? ഇത് മാത്രം പഠിച്ചു പോകുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗം ഒന്ന് വായിച്ചു പോയ ഒരാൾ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി 1975-ൽ ആര്യഭട്ട എന്ന ഉപഗ്രഹം എന്ത് ചെയ്തു? വിജയകരമായി വിക്ഷേപിച്ചു. 75-ൽ ആര്യഭട്ട. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുമല്ലോ ചോദ്യം. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുത്തത് ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടിയാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി എന്ന് പറയുന്ന മറ്റൊരു ഏജൻസി ഉണ്ട്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഉണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകളാണ് അഗ്നി, പൃഥ്വി തുടങ്ങിയവ. ഡോക്ടർ രാജാ രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം അവരെക്കുറിച്ചൊക്കെ പിന്നീട് പറയുന്നുണ്ട്, വിശദമായി തന്നെ പറയുന്നുണ്ട്. അതിലൊന്നും കൂടി പറയണ നോക്കൂ, ISRO ആസ്ഥാനം ബാംഗ്ലൂരു. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്, 1ഉം 2ഉം തെറ്റാണ്. കാരണം ബാംഗ്ലൂരാണ്. അന്തരീക്ഷ ഭവൻ തന്നെയാണ്, പക്ഷേ കൽക്കത്തയിലല്ല, ബാംഗ്ലൂരാണ്. നമ്മൾ ആ ഭാഗം കണ്ടു. അപ്പോൾ അവിടെ 1ഉം 2ഉം വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ 1ഉം 2ഉം വരുന്ന ഇത് തെറ്റാണ്, 1 വരുന്ന ഇത് തെറ്റാണ്, പിന്നെ 2ഉം 3ഉം എന്ന് പറയുന്ന ഇതും തെറ്റാണ്. അതുകൊണ്ട് ഉത്തരം എന്തായി? BI. ആ പാഠഭാഗം വായിച്ച് പഠിച്ചു പോയ ഒരാൾക്ക് ഇതിന് ഉത്തരമായി. SCERTയുടെ പവർ കണ്ടു നിങ്ങൾ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചുകൊണ്ടും SCERT ഉപയോഗിച്ചുകൊണ്ടും എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാവുന്നു. സിമ്പിൾ അല്ലേ ഞാൻ ഈ പറയുന്ന കാര്യം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തെല്ലാം അനാവശ്യമായ കാര്യങ്ങൾ തലയിൽ കയറ്റി വെക്കുന്നുണ്ട്. പലപ്പോഴും കാണുന്ന വീഡിയോ മുഴുവൻ പഠിക്കും. 10th ലെവലിനാവുമ്പോൾ 10th ലെവലിൻ്റെ പഠിത്തം, +2 ലെവലിനാവുമ്പോൾ +2 ലെവലിൻ്റെ പഠിത്തം, ഡിഗ്രി ലെവലിലാവുമ്പോൾ ഡിഗ്രി ലെവലിൻ്റെ പഠിത്തം. നമ്മുടെ ചാനലിൽ 10th ലെവൽ മാത്രമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഞാനും പറയുന്നത് നിങ്ങൾ എല്ലാ പരീക്ഷയും എഴുതൂ, ആദ്യം ഒരു പരീക്ഷയ്ക്ക് മാത്രം കേന്ദ്രീകരിച്ച് അതിനോടൊപ്പം പഠിക്കൂ, എന്നിട്ട് അത് ക്രാക്ക് ചെയ്യൂ, എന്നിട്ട് അടുത്തേക്ക് നീങ്ങാം. 10th ലെവലിൽ തന്നെ 20,000-ലധികം വേക്കൻസികളാണ് ഈ വർഷം 2025-ൽ വരാൻ പോകുന്നത്. സ്ഥിരം പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടത് മാത്രം പഠിക്കുക. നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഈ പഠന സാമഗ്രി നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതല്ല നിങ്ങൾക്കൊരു പെയ്ഡ് കോഴ്സ്, ഇതെല്ലാം ഒരൊറ്റ സ്ഥലത്ത് കിട്ടണമോ? തീർച്ചയായും നമുക്കൊരു പെയ്ഡ് കോഴ്സുകളുണ്ട്, ഫ്രീ കോഴ്സുകളുടേതുപോലെ തന്നെ, പക്ഷെ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കവർ ചെയ്യുന്ന പെയ്ഡ് കോഴ്സുകളുണ്ട്. ആ പെയ്ഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ആ പെയ്ഡ് കോഴ്സ് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഏതെല്ലാമാണ് ഈ 2025-ൽ വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീവറേജസ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ. ഈ വ്യത്യസ്ത എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ്. 20,000-ലധികം വേക്കൻസികളിലേക്ക് ഇതിന്ന് എല്ലാം കൂടിയിട്ട് പോസ്റ്റിംഗ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി LGSഉം വരും, നിങ്ങൾക്കറിയാലോ, രണ്ടാമത് നടത്താൻ പോവുകയാണ്. ഒരു വർഷത്തേക്ക് 499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭ്യമാണ്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. 700 രൂപയാണ് കോഴ്സ്. ആ 700 രൂപയുടെ കോഴ്സ് നിങ്ങൾക്കിപ്പോൾ 499 രൂപയ്ക്ക് ഈ മാസം ഞാൻ 25 ആളുകൾക്ക് നൽകും, 25 ആളുകൾക്ക്. വാട്സപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ അംഗമാവുക. ഇന്ന് വൈകുന്നേരം ആ ഗ്രൂപ്പിൽ അംഗമാകുന്നവർക്ക് അവിടെ ലിങ്ക് ലഭിക്കും. നിങ്ങൾക്ക് 499 രൂപയ്ക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം. എന്തെല്ലാം ഉണ്ടതിൽ? അതിൽ ലൈവ് ക്ലാസ് ഇല്ല കേട്ടോ, ഞാൻ അറിയാതെ അവിടെ ചേർത്തതാണ്. ലൈവ് ക്ലാസ് വേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. അവിടെ റെക്കോർഡ് ക്ലാസ്, ഇതുപോലെ റെക്കോർഡ് ക്ലാസ്, ഇതേപോലെ ഓരോ ഭാഗവും വിശദീകരിച്ച് തരുന്ന റെക്കോർഡ് ക്ലാസ് ആയിരിക്കും. 2 രീതിയിലായിരിക്കും. സബ്ജക്റ്റ് വൈസ് പോവും, സബ്ജക്റ്റ് വൈസ്. ഓക്കെ, ഇപ്പം കറണ്ട് അഫയേഴ്സ്, ആഗോള സംഘടനകൾ, അതൊരു സബ്ജക്റ്റ് വൈസ്. അതല്ലെങ്കിൽ ഫിസിക്സിൽ സ്ഥിതികോർജം, ഗതികോർജം, ലളിതമായി മനസ്സിലാകുന്ന രീതിയിൽ. നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആഴ്ചയിലൊരിക്കൽ നമുക്ക് ലൈവായിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ പറയാം.
നിങ്ങൾക്ക് മനസ്സിലാവാത്ത വിഷയങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങൾ എത്തും. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ സ്ഥിരവും ദിവസവും ഞാൻ വരുന്നുണ്ട്. അവിടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഇതിനൊരു ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ട്. നിങ്ങളെ സ്ഥിരമായിട്ട് പഠിക്കാൻ നിങ്ങൾക്കൊരു ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ട്. ഡെയിലി എക്സാംസുകളുണ്ട്, മോക്ക് എക്സാമുകളുണ്ട്. അതിൻ്റെ PDF നോട്ടുകളെല്ലാം അവിടെ ലഭിക്കും. ഞാൻ ഗ്യാരണ്ടി തരുന്നു, അത് മുഴുവൻ പഠിച്ചു പോകുന്ന ഒരാൾക്ക് സാധാരണ ഒരു പരീക്ഷയിൽ 10th ലെവൽ എക്സാമുകളിൽ 90-ൽ കൂടുതൽ മാർക്ക് കിട്ടും. 100 മാർക്ക് ഞാൻ പറയുന്നില്ല, പഠിക്കേണ്ടത് വേത്രം പഠിപ്പിച്ചു വരുള്ളൂ. SCRT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 28 നടന്ന എക്സാമിൽ 98 മാർക്കുകൾ എവിടെ നിന്നായിരുന്നു? SCRTയിൽ നിന്നും 10th പ്രിലിംസ് മുൻകാല ചോദ്യ പേപ്പറുകളിൽ നിന്നുമായി. അതന്നെ നമ്മളവിടെ കവർ ചെയ്യുള്ളൂ. പഠിക്കേണ്ടത് മാത്രം പഠിച്ചു പോകാം. അതാണ്. അത് മാസം പ്രതി കിട്ടണച്ചാൽ 100 രൂപ മാത്രം അടച്ചാൽ മതി. ഇനി മറ്റൊന്ന് 1200 രൂപയുടെ കോഴ്സാണ്. 1200 രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും ഉണ്ടായിരിക്കും. അവിടെ റെക്കോർഡ് ക്ലാസ് കൂടാതെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ക്ലാസ്സുകൾ ലഭിക്കും. അവിടെ എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാം നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് ഗസ് ചെയ്യുക, എങ്ങനെയാണ് ഓർമ്മയിൽ നിർത്തുക, എങ്ങനെയാണ് നോട്ട് എടുക്കുക, അതൊക്കെ ഓരോ ചോദ്യവും വിശദീകരിച്ചുകൊണ്ട് തന്നെ പോകും. പിന്നെ നിങ്ങൾക്ക് വരുന്ന തെറ്റ്, അവിടെ എക്സാമിൽ തന്നെ ലൈവ് ക്വിസുകൾ നടക്കും. അവിടെ നടക്കുന്ന തെറ്റ് എന്താണെന്ന് വിശകലനം ചെയ്തു പോകും. 1200 രൂപ മാത്രമാണ്. പ്രതിമാസം 250 അല്ല 150 രൂപ അടച്ചിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സിന് ചേരാം. 1200 രൂപ അടച്ചാലും മാസം 150 രൂപ അടച്ചാലും ഒരു വർഷത്തെ ഈ കോഴ്സ് ലഭ്യമാകും. അതിലുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും, നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. ഇനി 2025 തന്നെ നിങ്ങൾക്ക് സർക്കാർ ജോലി ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. അത് ഗോൾഡൻ ബാച്ച് ആണ്. നിങ്ങൾ വീട്ടമ്മയാകട്ടെ, ജോലി തിരക്കുള്ള വീട്ടമ്മയാകട്ടെ, ജോലിക്ക് പോകുന്ന ഒരാളാകട്ടെ, ഇതിൽ ചേർന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാത്ത സമയത്ത് ഞങ്ങൾ എത്തും. എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് ചോദിക്കും. ഡേ 1 മുതൽ ഡേ 10 വരെ നിങ്ങൾ 10-12 ദിവസമായിട്ടും ഡേ 10 പൂർത്തിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വിളി വരും. എന്തുകൊണ്ട് നിങ്ങൾ ഡേ 10 പൂർത്തിയായില്ല? എന്താണ് ഞങ്ങളുടെ നിന്ന് സഹായം വേണ്ടത്? നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് 2025 10th ലെവൽ എക്സാമുകൾ ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് സർക്കാർ ജോലി ഉറപ്പിക്കുക എന്ന് പറയുന്ന 100 പേരുടെ മാത്രം ബാച്ചാണ്. ഓക്കെ, ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 5500 രൂപയ്ക്ക് ലഭിക്കും. 5500 രൂപയ്ക്ക് ലഭിക്കും. ഇത് ഗഡുക്കളായിട്ട് തരും. പക്ഷേ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. മറ്റ് 2 കോഴ്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. അതായത് 499 രൂപയുടെ കോഴ്സും 1200 രൂപയുടെ കോഴ്സും. ഈ കോഴ്സിൽ നിങ്ങൾ ചേരണമെങ്കിൽ എനിക്ക് ഉറപ്പ് വരണം നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കാനും, നിങ്ങളെ ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ ഫോണ് ഇന്നല്ലെങ്കിൽ ഇന്ന് വിളിച്ചു നാളെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യാനും. എനിക്കങ്ങനെ കൈപൊള്ളിയുണ്ട്. ഇപ്പോൾ 56 ആളുകൾ ചേർന്നു. 48 ആളുകളാണ് എന്നോട് പ്രതികരിക്കുന്നുള്ളൂ. ഇത്രയും നോക്കിയിട്ട് തന്നെ. കാരണം നിങ്ങൾ ഇതിനിടയിൽ വെച്ച് നിർത്തും എനിക്ക് ആശങ്ക കണ്ടു. നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കുന്ന ഒരു ബാച്ചാണ്. ഇപ്പോൾ നിങ്ങളൊരു മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സങ്കടമാണ്. നമ്മളിടുന്ന ഒരു എഫർട്ടാണ് പോകുന്നത്. നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് തിരക്കില്ല, സമയമില്ല എന്നുള്ളതൊക്കെ മാറ്റി വെച്ചേക്കും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അനുഭവമുള്ള കുട്ടികൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എന്തിൽ പറഞ്ഞിട്ടുണ്ട്? കമൻസിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ കമൻസിൽ? ഗൂഗിളിൻ്റെ നമ്മുടെ ബിസിനസ് പേജ് ഉണ്ട്. ആ പേജിൽ കുട്ടികൾ അവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സർക്കാർ ജോലി ഉറപ്പിക്കുന്ന ഈ കോഴ്സിലേക്ക് ഇപ്പോൾ 5500 രൂപ മാത്രമാണ്. സാമ്പത്തികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗഡുക്കളായിട്ടും അനുവദിക്കും. പലരും ചോദിച്ചിരുന്നു. പക്ഷേ അതിന് നിങ്ങൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കണം. ഞാൻ അങ്ങോട്ട് വിളിക്കും. എൻ്റെ ഫോണ് വിളിക്കരുത്. എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 8075963937 ആണ്. എന്താണ് എൻ്റെ ഫോൺ നമ്പർ? 8075963937 ആണ് കേട്ടോ. അതിലേക്ക് വാട്സപ്പിൽ അയച്ചാൽ മതി. എന്നിട്ടോ ഞാൻ ചേർക്കുമെന്നോ ഗ്യാരണ്ടി തരുന്നില്ല. ആദ്യം നമുക്കൊന്ന് സംസാരിക്കണം. 8075963937 ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ ബാക്കി കാര്യം നമുക്ക് അവിടെ സംസാരിക്കാം. ഓക്കെ, ആരും വിളിക്കാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. താല്പര്യമുള്ളവർ. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ കോഴ്സ് പോയാൽ നമ്മുടെ വാട്സപ്പിലും ടെലിഗ്രാമിൽ ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏതെല്ലാമാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഓരോരോ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു പോകും. അപ്പോൾ ISROനെ കുറിച്ച് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി
ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണ് ISRO. മുൻകാലങ്ങളിൽ മുൻകാല ചോദ്യപേപ്പർ മാത്രം പഠിച്ചു പോയ ഒരാൾക്കും ഇതിന് ഉത്തരം എഴുതാൻ പറ്റും. അതിൽ 1969 അത് നിലവിൽ വന്നതെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരു അന്തരീക്ഷ ഭവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ പാർട്ട് 31 മുതൽ 40 വരെയുള്ള ചോദ്യപേപ്പറുകളിൽ സോൾവ് ചെയ്തതിൽ ISROനെയൊക്കെ ഞാൻ വിശദമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ആണ്. അതൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ISROയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും അവിടെ നമ്മൾ 31 മുതൽ 40 വരെയുള്ള ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കവർ ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏതാണ്? ചോദിച്ചതാണ്. ഈ കാലഗണനാക്രമം PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇവിടെ 2 എണ്ണം നിങ്ങൾ മരണവർഷങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. അതൊക്കെ അനാവശ്യമായിട്ട് പഠിച്ചു വെക്കുക. അതിർത്തി ഗാന്ധിയുടെ മരണവും ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണവും. പക്ഷെ ഇതൊരു ചരിത്രബോധം വേണം. മരണാനന്തരം ഭാരതരത്ന ലഭിച്ച ഒരാളാണ് അതിർത്തി ഗാന്ധി. ഭാരതരത്നം തുടങ്ങുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടാണെന്ന് അറിയാലോ. അപ്പോൾ അതിർത്തി ഗാന്ധി മരിച്ചത് ഈ അടുത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ അടുത്തല്ല, 90കളിലാണ്. അതും അറിയണ്ട, സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമായിരിക്കുമല്ലോ മരിച്ചത്. അപ്പോൾ ഇത് രണ്ടും 1947 ശേഷമാണെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇത്രയേ വേണ്ടുള്ളൂ. ഇനി അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒരു ഏറി കൂടിയാൽ 5 മുതൽ 10 വരെ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട, അതിൻ്റെ പിന്നാലെ പോണ്ട. പിന്നെ ഇത് അറിയാൻ മലബാർ കലാപം പുസ്തകത്ത് പറയുന്നതാണ് 1921. ക്ഷേത്രപ്രവേശന വിളംബരം 1936. അപ്പോൾ അതിൽ ആദ്യം വരിക 2, പിന്നെ വരിക 3. 2ഉം 3ഉം വരുന്ന ജോഡി ഇതാ ഇവിടെ കിടക്കണം. ബാക്കിയുള്ളവർക്ക് 1ഉം 2ഉം 3ഉം ഇല്ല. അപ്പം മറ്റുള്ളവയെ ഒഴിവാക്കി നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ക്ലിയർ? അല്ലാതെ ഇവരുടെ ജനനവും മരണവും ഒക്കെ ഓർക്കാൻ തുടങ്ങിയാൽ നമുക്ക് എത്ര എണ്ണം പഠിക്കാനുണ്ടാവും? അവിടെയാണ് നമ്മൾ ലിമിറ്റ് ചെയ്ത് പഠിച്ചു പോകേണ്ടത്. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങനത്തെ ഒരു ട്രെൻഡ് വരികയാണ് PSCക്ക്. അപ്പം നമുക്ക് നോക്കാം, ട്രെൻഡ് നോക്കി നമ്മൾ പഠിച്ചാൽ മതി. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വലിയ ട്രെൻഡ് വരികയാണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ പഠിച്ചു പോകണം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിന്നിട്ട് ട്രെൻഡിൽ നിന്ന് വല്ലാതെ മാറിയ ഒരു ചോദ്യപേപ്പർ വരില്ല മക്കളെ. ഇതേവരെ വന്നിട്ടില്ല. നിങ്ങളുടെ ആശങ്കയാണത്. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായതേത്? നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട ഒരാൾക്ക് ഇത് സുഗമമായി ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെയൊക്കെ താഴെ വന്നിട്ട് ഇത്രയൊക്കെ വിശദമായി ചോദിക്കണോ? നമ്മൾ ആ ട്രെൻഡ് കണ്ടിട്ടാണ് അത് ഉൾപ്പെടുത്തുന്നത്. മാത്രമല്ല കൊച്ചി മെട്രോ, വിഴിഞ്ഞം പദ്ധതി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17. ഞാൻ തന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ കൃത്യമായിട്ട് ആ കൊല്ലവും ഡേറ്റും വെച്ചതിൻ്റെ മുകളിലായിരുന്നു ഒരാളുടെ കമൻ്റ് ഉണ്ടായിരുന്നത്. പിന്നീട് ഞാനത് ഒഴിവാക്കുകയാണ് ചെയ്തത്. കാരണം അത് കണ്ടിട്ട് ആരെങ്കിലും പഠിക്കാതിരിക്കേണ്ടായി എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം ഏതായിരുന്നു ആ വീഡിയോ എന്ന്. കേരളം കറണ്ട് അഫയേഴ്സ് 1 അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2017 നിർമ്മാണം തുടങ്ങിയത് 2017 എന്ന് മാത്രമൊന്നുമല്ല, ഡേറ്റ് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ധാരണ. ഞാൻ ആ നോട്ടാണ് അതേപോലെ കണ്ട് പകർത്തി എഴുതിയെടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. 2017 ഏപ്രിൽ 17 എന്ന് വരുന്നുണ്ട്. കൊച്ചി മെട്രോ. ആ ഭാഗം കോപ്പി ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതാ ആദ്യഘട്ട ഉദ്ഘാടനം 2017 ജൂൺ 17 എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2017 ജൂൺ 17 ആലുവ പേട്ട ഉണ്ടോ? അപ്പം ഇവിടെ നോക്കൂ, ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17 കണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോ? KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. ഇതൊക്കെ എന്തിന് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ധാരണ ഉണ്ടല്ലോ. 25 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ. മാത്രമല്ല ഞാനും PSC പരീക്ഷകൾ ക്രാക്ക് ചെയ്ത് സർക്കാർ ജോലിയിലെത്തി, പിന്നീട് റിസൈൻ ചെയ്ത് ഇതിൻ്റെ പാഷൻ കൊണ്ട് തുടങ്ങിയതാണ്. അതാണ് അതിൻ്റെ കാര്യം. ഇതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിർമ്മാണം കൊച്ചി മെട്രോ റിയൽ ലിമിറ്റഡ് KMRL എന്ന് മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ 2 പോയിന്റ്. KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോയെ കുറിച്ച് പറയുമ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണിത്. ഇത് ഞാൻ നൽകിയിട്ടില്ലേ? ഇത് 8ാമത്തെ മെട്രോ റെയിൽവേ പദ്ധതിയാണ്. ഈ ഒരു പോയിന്റ് ഞാൻ അവരിൽ നൽകിയിട്ടില്ല. പക്ഷേ
നമുക്ക് 1, 2, 3 ശരിയായത് ഇവിടെ 1, 2, 3 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം ശരിയാണ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇപ്പം ഇനി ഇത് 8ാമത്തെ മെട്രോ എന്ന് പറയാം. അപ്പോൾ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കണ്ടുപോയ ഒരാൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തെ ഞാൻ പറയുന്നു ഒരു മറ്റേ 1 മുതൽ 2 മുതൽ 10 വരെ ചോദ്യങ്ങളേ വരുള്ളൂ. പക്ഷെ ഇനി ഈ ചോദ്യം വരുമ്പോൾ 8ാമത്തേതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇനിയുള്ള നോട്ടിൽ ഞാനത് ഉൾപ്പെടുത്തും. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ പ്രൊജക്റ്റാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി മെട്രോ വേറെ, വാട്ടർ മെട്രോ വേറെ കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ പ്രൊജക്റ്റ് ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. കൊച്ചി ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ ബോട്ട് ഓർത്തു വെച്ചോളൂ മുസിരിസ് ആണ്. കറണ്ട് അഫയേഴ്സിൽ ഓർമ്മിച്ച് വെച്ചോളൂ. ഞാനത് പറഞ്ഞതാണ്. അവിടെ ഹൈക്കോടതി ടെർമിനൽ 3 ബോട്ടുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് പി രാജീവാണ്. ഭാഗ്യചിഹ്നം ജൻഗുമാണ് കേട്ടോ. കൊച്ചി വാട്ടർ മെട്രോന്റെ ഭാഗ്യചിഹ്നം ഒഫീഷ്യൽ മാസ്കോട്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട് പലയിടത്തും. അത് ജൻഗു മത്സ്യമാണ്. പദ്ധതി തയ്യാറാക്കിയത് KMRL ആണ്. കണ്ടോ, കൊച്ചി വാട്ടർ മെട്രോ ആരുടെ പദ്ധതിയാണ്? KMRLൻ്റെതാണ്. കൊച്ചി മെട്രോ 1ാം ഘട്ടം ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെ നീട്ടി. നിർമ്മാണം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ്. ആദ്യഘട്ട ഉദ്ഘാടനം 2017 ജൂൺ 7. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണ്? അത് കൊച്ചി വാട്ടർ മെട്രോ ആണ്. കേരളത്തിൽ സർവീസ് ആരംഭിച്ച അതിവേഗ AC ബോട്ട് വേഗ 120. ഞാൻ അതിൽ പറയുന്നതാണ്, PSCക്ക് ചോദിക്കാം. അതിനൊക്കെ PSC ബുള്ളറ്റിന് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. കേരളത്തിൽ ആദ്യമായി വാട്ടർ ടാക്സി സർവീസ് വരുന്ന ജില്ലകൾ എറണാകുളം, ആലപ്പുഴ. 90% ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാട്. അതിനോടൊപ്പം പഴയ ഒരു ചോദ്യം കൂടി ഓർത്തു വെക്കുക. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട് ആലപ്പുഴയിലാണ്, 1968. കൊച്ചിയിലെ പ്രധാനപ്പെട്ട 10 ദ്വീപുകളെ നഗരവുമായി ബന്ധിപ്പിക്കുന്നതാണ് വാട്ടർ മെട്രോ. കൊച്ചി മെട്രോ റെയിലിന് അനുബന്ധമായി നടപ്പിലാക്കിയ വാട്ടർ മെട്രോ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് KMRL ആണ്. നോക്കൂ, ഈ ചോദ്യം അതേ രീതിയിലല്ലേ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത് മുൻകാലത്ത് അങ്ങനത്തെ ഒരു ചോദ്യം വന്നിട്ടില്ല. നമ്മുടെ ഒരു ധാരണയിൽ നിന്നാണ് നമ്മൾ അങ്ങനത്തെ ഒരു ചോദ്യത്തെ രൂപപ്പെടുത്തുന്നത്. ആ ഭാഗം കൂടി നോക്കൂ. ഇവിടെ നോക്കുന്നുണ്ട്, KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. ഇത് PSC ബുള്ളറ്റിൽ വന്നുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. 18ാമത്തെ മെട്രോ റെയിൽവേ ആണ്. ഇനി ഞാൻ അത്തരം കാര്യങ്ങളിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കും. കാരണം അതൊരു ചോദ്യകർത്താവിൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ്. നെറ്റിലടിച്ച് നോക്കിയാൽ പോലും നമുക്ക് അങ്ങനത്തെ ഒന്നും കിട്ടില്ല. ഇനി കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ ഉണ്ട്, അതും കൂടി ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാതയാണ്, ഹുഗ്ലി നദിയിലൂടെയാണ് കേട്ടോ. ഹൗറയെ സാൾട്ട് ലേക്ക് സിറ്റിയുമായി ബന്ധിപ്പിക്കുന്നു, അതും കൂടി ഒന്ന് ഓർത്തു വെക്കണേ. നിർമ്മാണം കൊൽക്കത്ത മെട്രോ റെയിൽവേ കോർപ്പറേഷനാണ്. ഓക്കെ, ഇപ്പൊ കേരളം കറണ്ട് അഫയേഴ്സ് 1ൽ തന്നെ ഞാനിത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നടത്തിയതാണ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം പഴയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഖാരിഫാണ്. ഇത് പരീക്ഷയ്ക്ക് വരാറുമുണ്ട് കേട്ടോ. പക്ഷെ പുതിയ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഒന്നും കൂടി വന്നിട്ടുണ്ട്. ആ ഭാഗം കൂടി ഞാനൊന്ന് ഉൾപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ സീരീസ് ആണല്ലോ. ഉത്തരേന്ത്യൻ സമരതലങ്ങളിൽ അതിലെ കാര്യങ്ങൾ ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് നോട്ടാക്കി തന്നേ ഉള്ളൂ, ആ ഭാഗം ഷെയർ ചെയ്യാതെ. ഖാരിഫ്, റാബി, സായിദ് എന്ന് പറയുന്ന 3 കാലങ്ങളാണ് ഉത്തരേന്ത്യയിലെ കാർഷിക കാലമാണിത്. ഉത്തരേന്ത്യയിലെ കാർഷിക കാലമാണ്. ഏതൊക്കെയാ? ഖാരിഫ്, റാബി, സായിദ്. അതിൽ ഖാരിഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൺസൂണിൻ്റെ ആരംഭത്തോടു കൂടി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. മൺസൂൺ ആദ്യം ഏത് തന്നെ? ഒറ്റ മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനൊപ്പം ആരംഭിച്ച് അവസാനിക്കുന്ന ഒരു കാർഷിക കാലമാണ് ഖാരിഫ്. അപ്പൊ ഖാരിഫും മൺസൂണും കൂടി ഓർത്തു വെക്കുക അല്ലേ. പ്രധാന വിളകൾ ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര എന്നിവയാണ്. അത് ഓർത്തു വെക്കുക. നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര. അത് കഴിഞ്ഞാൽ റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെ, ശൈത്യകാലത്തോടനുബന്ധിച്ചുള്ളതാണ്. പക്ഷെ ശൈത്യകാലം കഴിഞ്ഞും തുടരും, മാർച്ച് വരെ വരുന്നുണ്ട്, വേനൽക്കാലത്തേക്ക് കൂടി നീളുന്നുണ്ട്. ശൈത്യകാലത്തോട് പ്രധാന വിളകൾ മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുകുവർഗ്ഗങ്ങൾ, ബാർലി എന്നിവയാണ്. അത് നമ്മുടെ നാട്ടിൽ കാണുന്ന എന്തൊക്കെ ഖാരിഫിൽ വളർത്തുന്നുണ്ട് അങ്ങനെ ഒന്ന് നോക്കാം. നെല്ലുണ്ട് നമ്മുടെ നാട്ടിൽ, ബാക്കിയൊന്നുമില്ല അല്ലേ. പരുത്തി, ചണം, ബജ്ര, തുവര.
ഇവിടെയോ? ഇവിടെ നമ്മൾക്ക് പയറുവർഗ്ഗം ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ, ബാക്കിയൊന്നുമില്ല. ഓക്കെ, അത് വെച്ച് ഓർമ്മ ഉണ്ടാക്കുക. ഇനി സായിദ് എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്, റാബി വിളവെടുപ്പിന് ശേഷം വേനൽക്കാലത്തോടനുബന്ധിച്ച്. എന്നാൽ മഴക്കാലത്ത് എന്ത് ചെയ്യുന്നു? മൺസൂണിന്റെ ആദ്യത്തോടു കൂടി വിളവെടുപ്പ് നടത്തും. വേനൽക്കാല കൃഷിക്കാലമാണിത്. പച്ചക്കറികൾ, പഴങ്ങൾ, കാലിത്തീറ്റ എന്നിവയാണ് പ്രധാന വിളകൾ. അപ്പോൾ വിളകൾ ഓർത്തു വെക്കുക, കാലഘട്ടം ഓർത്ത് വെക്കുക. ഏതിനോടൊപ്പമാണ്? ഇപ്പം സായിദ് ആണെങ്കിൽ വേനൽക്കാലത്തോടൊപ്പമാണ്. അതുപോലെ തന്നെ റാബി ആരോടൊപ്പമാണ്? നമ്മുടെ ശൈത്യകാലത്തോടൊപ്പമാണ്. ഖാരിഫ് മൺസൂൺ കാലത്തോടൊപ്പമാണ്. ഇത്രയും കാര്യങ്ങളും വിളകളും അതിൻ്റെ കാലഘട്ടവും ഒന്ന് ഓർത്തിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കുന്നതാണ്. ഇതൊക്കെ പഠിച്ച് നമ്മൾ ഉറപ്പിക്കുക, എന്നിട്ട് മതി നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പോലെ. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. 3 ചോദ്യങ്ങൾ കിട്ടിയോ? ഞാൻ കുറച്ച് ചോദ്യം ഇതിൽ എടുത്തിട്ടുള്ളൂ. 9ാം ക്ലാസ്സിലെ 1, 2, 3 പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു നിന്നെങ്കിൽ ഈ 3ാമത്തെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസറായി. ഇനി 3ഒന്നുമല്ല, ഇനിയും വരുന്നുണ്ട്, ഞാൻ പറയാം. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി, ഏലമല കുന്നുകൾ, സഹ്യാദ്രി, നീലഗിരി കുന്നുകൾ. ആരവല്ലി എവിടെ പറയുന്നുണ്ട്? ഇതവിടെ പറയുന്നു. മധ്യ ഉന്നത തടം എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ പുതിയ പാഠഭാഗത്തിൽ സാത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അരിക് ആരവല്ലി പർവ്വതമാണ്. ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ, അപരദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരൂപീകരണ സഹായികൾ, കാറ്റ്, മഴ തുടങ്ങിയ സംഗതികളുണ്ടല്ലോ, അത് ഈ അപക്ഷയം സംഭവിച്ച ശിലകളുടെ പൊടിവുകൾ, മറ്റു കാര്യങ്ങളെയൊക്കെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീക്കം ചെയ്യുന്നതാണ്. മഴ, കാറ്റ്, വെള്ളം. അപ്പം നദിയിലൂടെ വെള്ളം ഒഴുകി വരുമ്പോൾ ആ വെള്ളം പൊടിഞ്ഞ ശിലകളെ, മുകൾ ഭാഗത്തുള്ള പൊടിഞ്ഞ ശിലകളെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോകും. അതിനെയാണ് അപരദനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ അപരദന പ്രക്രിയയുടെ ഭാഗമായി തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്കു പർവ്വതങ്ങൾ അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി പർവ്വതനിര. അപ്പോൾ ആരവല്ലി പർവ്വതനിര എന്ന് പറഞ്ഞാൽ മടക്കു പർവ്വതനിരയുമാണ്, അവശിഷ്ട പർവ്വതനിരയുമാണ്. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു ആരാവല്ലി നിരയിലാണ്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും ആരവല്ലിയാണ്. അപ്പോൾ ഇവിടെ നോക്കുന്നത് അവശിഷ്ട പർവ്വതമാണ് ആരവല്ലി. കിട്ടിയോ? ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോണ്ട, വരുമ്പോൾ നമുക്ക് നോക്കാം. ആ ഒരു ചോദ്യം വന്നാൽ ഏലമലക്കുന്നുകളെ കുറിച്ചിട്ടൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ടില്ല. സഹ്യാദ്രി, നീലഗിരി കുന്നുകൾ, സഹ്യാദ്രിനെ കുറിച്ചുണ്ട്, അത് ആ ഭാഗം വരുമ്പോൾ പറയാം. അല്ലാതെ ഓരോ കുന്നുകളും എന്ത് മലനിരയാണ്, അപ്പോൾ പഠിക്കാൻ പോണ്ട. ഇവിടുന്നൊക്കെയാണ് ഈ ചോദ്യം വരുന്നത്. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്ന് ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം. നോക്കൂ, ഇത് 9ാം ക്ലാസ്സിലെ പുതിയ പാഠഭാഗത്ത് 4 ചോദ്യങ്ങളാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് 3 പാഠഭാഗം പഠിക്കുമ്പോൾ. പ്രശസ്തമായ ഒരു യൂട്യൂബിൽ പറയുന്നുണ്ട് ഈ ഡിസംബർ 28 ചോദ്യ പേപ്പറിൽ 9ാം ക്ലാസ്സിൽ നിന്ന് ചോദ്യം വന്നിട്ടില്ല എന്ന്. എനിക്ക് തോന്നുന്നില്ല. ആ ചോദ്യകർത്താവ് ഈ പാഠപുസ്തകം കണ്ടിട്ടാണ് ഈ ചോദ്യം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നോക്കൂ, ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശാലമായ ഒരു ഭാഗമാണ് 9ാം ക്ലാസ്സിലുള്ളത്. അതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, കറുത്ത മണ്ണ് എവിടുന്ന? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായ ലാവാ പീഠഭൂമിയാണ്. ഇത്ര വിശദമായിട്ട് മുന്നുണ്ടായിരുന്നില്ല. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്ത് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. ഇപ്പൊ കറുത്ത മണ്ണ് എവിടെയാ? ഉപദ്വീപീയ പീഠഭൂമി, പ്രത്യേകിച്ച് ഡെക്കാൻ പീഠഭൂമി. പരുത്തിക്ക് ഗുണം, ഇത് പലതവണ ചോദിച്ചതാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലുള്ളതാ 10th ലെവലിൽ. ഇപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്, അവിടെ ലാവാ പീഠഭൂമിയാണ്. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാല ഈ ലാവാ മറ്റേ ഡെക്കാൻ പീഠഭൂമിയിൽ തന്നെ ദക്ഷിൺ എന്ന് പറയുന്ന പദം ഈ 9ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലുണ്ട്. ഡെക്കാൻ പീഠഭൂമിയെ അങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന്. അവിടുന്നാണ് ആ ചോദ്യം വന്നത്. അത് ഊഹിച്ചെഴുതണം എന്ന് പറയുന്നുണ്ട്. ഞാനത് പറയുന്ന അവർക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവരുടെ ഡയറക്ഷൻ വേറെ എവിടേക്കോ മാറിപ്പോകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഊഹിച്ചെഴുതണ്ട. ഈ പാഠഭാഗം പഠിച്ചു പോയവർക്ക് ഒരു ഊഹവും വേണ്ടതിൽ. ഇതിൽ മുൻകൂട്ടി പറയുന്നുണ്ട്.
ഇപ്പം മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഈ മണ്ണിന്, കറുത്ത മണ്ണിന് റിഗർ എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇനി ചെമ്മണ്ണ്, അത് പഴയ SCRT പാഠഭാഗത്തിലും മുൻകാല ചോദ്യ പേപ്പറുകളിലും വന്നിട്ടുണ്ട്. ഇനി ചെമ്മണ്ണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണുണ്ടാകുന്നത്. ഉപദ്വീപീയ ഈ പാഠഭാഗം പഠിക്കുന്നവർക്ക് ക്രിസ്റ്റലൈൻ കായാന്തരിത ശില, എന്താണ് ക്രിസ്റ്റലൈൻ? പരൽ രൂപ കായാന്തരിത ശിലകളിൽ നിന്ന് ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം, ഘാതനം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ ആ മണ്ണിനം ചുവപ്പ് മണ്ണാണെന്ന് പറയുന്നുണ്ട്. കരിമണ്ണ്, ബ്ലാക്ക് സോയിൽ വേറെയാണ്, കറുത്ത മണ്ണ് ഇവിടെ വരുന്നില്ല. എക്കൽ മണ്ണ്, പർവ്വത മണ്ണൊക്കെ എങ്ങനെയുണ്ടാവുന്നത് ഇതിൽ നിന്ന് വേറെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വായിച്ചു പോയ ഒരാൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടി, ചുവപ്പ് മണ്ണാണ് അവിടെ. ആ ചുവപ്പിന് കാരണം ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് എന്ന് പറയുന്നുണ്ട്. ഇത്രയും വൃത്തിക്ക് മറ്റൊരു SCRT പാഠഭാഗത്തിലും പറയാത്തതുകൊണ്ടാണ് ഞാൻ ഇതന്നെ എടുത്തത്. പിന്നെ ലാറ്ററൈറ്റ് മണ്ണ് കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങൽ പ്രക്രിയയാണ് അവിടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ, അതുകൊണ്ട് പശ്ചിമഘട്ടം എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് കാണപ്പെടുന്നുണ്ട്. രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പൊതുവെ ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനം, കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുന്നു. അതുപോലെ പർവ്വത മണ്ണ് എങ്ങനെ ഉണ്ടാവുന്നുണ്ട്? അവിടെ നിന്ന് ഉത്തരം കിട്ടിയില്ല. 4 ചോദ്യങ്ങൾ 3 പാഠഭാഗം. ഓക്കെ, മോശമല്ല. 100 പാഠഭാഗം പഠിച്ചാൽ 100 മാർക്ക് കിട്ടില്ല. ഇങ്ങനെയുള്ള പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചു പോകണം. ഇങ്ങനെയാണ് നമ്മൾ ആ ട്രെൻഡ് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ സ്ഥിരമായി കേൾക്കുക യൂട്യൂബ് വീഡിയോ. നിങ്ങൾക്ക് ട്രെൻഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് പഠിച്ചു പോവുക. ഇലക്ട്രിക്കൽ കേബിൾ, അടുത്തൊരു ചോദ്യം നോക്കൂ. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക് രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഇനി ഓരോ സംസ്ഥാനം നിങ്ങൾ പഠിക്കേണ്ട. ഇത് SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു ഇൻ്റലിജൻറ്റ് ഗസ്സിലൂടെ കിട്ടും. SCRT ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ സാമ്പത്തിക ഭൂപടം, ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ പാഠഭാഗം. ആ പാഠഭാഗം നന്നായി പഠിക്കണം നിങ്ങൾ. അവിടുന്ന് ചോദ്യം വരുന്നുണ്ട്. പഠിച്ചെടുക്കാൻ കുറച്ച് വിഷമമാണ്. എങ്ങനെയാണ് ഇങ്ങനത്തെ ടേബിൾ പഠിക്കേണ്ടത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇനി മറ്റൊരിക്കൽ പറയാം. അപ്പം നമുക്ക് സമയമില്ല. സ്വർണം, ആഭരണ നിർമ്മാണം, കണ്ടുവോ? കർണാടകം. സ്വർണം, ആഭരണ നിർമ്മാണം കർണാടകം. വെള്ളി, ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രഫി, രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം. ചെമ്പ്, വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഏതൊക്കെ സംസ്ഥാനമുണ്ട്? ആ പറഞ്ഞ ചെമ്പ് പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഏതെല്ലാം ഉണ്ട് ഇവിടെ? മധ്യപ്രദേശ് മാത്രമല്ലേ? ഉത്തരം കിട്ടിയില്ലേ? ഉത്തരം കിട്ടി. ഡീപ്പായി പോണ്ടോടത്തേ ഡീപ്പായി പോണ്ടുള്ളൂ, അല്ലാത്തടത്ത് ഡീപ്പായി പോണ്ട. ഞാൻ സമയക്കുറവ് കൊണ്ടാണ്, നിങ്ങളൊരു വീഡിയോ ഒക്കെ മുഴുവൻ കാണുന്നവരൊക്കെ വളരെ കുറവാണ്. നിങ്ങൾ 8-9 മിനിറ്റാണ് മാക്സിമം ആവറേജ് കാണുക. അപ്പം ഞാനതിൻ്റെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാനിവിടെ അതിൻ്റെ നോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇരുമ്പുരു നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായവും വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു പോകണം നിങ്ങൾ. അതുപോലെ കുറച്ച് ഭാഗങ്ങൾ കൂടി, ഈ ഭാഗം വരെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. ഇവിടുന്നൊക്കെ എക്സാമിന് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. എക്സാമിനല്ല, പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നന്നായി നിങ്ങൾ പഠിച്ചു പോകണം. മാംഗനീസുമായി ബന്ധപ്പെട്ട് ധാതുക്കളുടെ കലവറ എന്താണ്? അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ പുതിയ പാഠഭാഗത്തിൽ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല, ദക്ഷിണ മേഖല, തെക്ക് പടിഞ്ഞാറൻ മേഖല, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അടുത്ത തന്നെ ക്ലാസ്സുകൾ വയ്ക്കാം. പക്ഷെ ഇപ്പം നിങ്ങൾ ഈ ഭാഗം ഞാൻ PDF ആയിട്ട് തരുമ്പോൾ ഒന്ന് പഠിച്ചു പോവുക കേട്ടോ. ധാതുമേഖല ഇതും കൂടി ഉൾപ്പെടുത്തി നമുക്കൊരു പുതിയ ക്ലാസ് വയ്ക്കാം. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? അത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഇത് നോക്കൂ നിങ്ങൾ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് യൂണിവേഴ്സിറ്റി LGSന്, 10th ലെവൽ പ്രിലിംസിന്, 10th ലെവൽ പ്രിലിം സ്റ്റേജ് 6ന്, 4ന് ഒക്കെ വന്നിട്ടുണ്ട്.
മുൻകാല ചോദ്യപേപ്പറിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടും. അങ്ങനെ എത്ര ചോദ്യങ്ങൾ ബൗൺസിങ് ആയി. ഓക്കെ, ഇനി ചിലവരാണ് മാത്സ് മാറ്റിവെക്കും. മാത്സ് മാറ്റിവെക്കേണ്ടത് സിമ്പിളാണ്. മാത്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായി ചെയ്തു പോകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി മുന്നോട്ടാക്കിയും ചോദിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ചോദ്യം എടുക്കുകയാണെങ്കിൽ 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഈ ചോദ്യം എടുക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടല്ലോ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്താണെന്ന്. എന്താണ് സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ? നിങ്ങളിത് ജസ്റ്റ് കേട്ടിരിക്കട്ടെ, നിങ്ങളിതൊന്ന് കംപ്ലീറ്റ് ആക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. എന്താണ് സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ? 3 വശങ്ങളും തുല്യമായ ത്രികോണത്തെയാണ് സമഭുജ ത്രികോണം എന്ന് പറയുക. 2 വശങ്ങൾ മാത്രമായ ത്രികോണം സമപാർശ്വ ത്രികോണമാണ്. 2 വശങ്ങൾ മാത്രം തുല്യമാണെങ്കിൽ അത് സമപാർശ്വ ത്രികോണം എന്നാണ് അതിൻ്റെ പേര്. സമപാർശ്വ ത്രികോണം. 3 വശങ്ങളും തുല്യമായാൽ അത് സമഭുജ ത്രികോണമാണ്. അപ്പോൾ ഒന്ന് എ ആണെങ്കിൽ ബാക്കി 2 വശങ്ങളും എ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള അളവാണ് 1A 2A 3A, ഇതല്ലേ ചുറ്റുമുള്ള അളവ്. അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 3A മുൻകാലത്ത് ചോദിച്ചിട്ടുണ്ട്. അതിൽ എ ഇവിടെ നോക്കൂ 16.3 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. കാരണം 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും ഇപ്പം 3A 3 × 16.3, അപ്പോൾ നമുക്ക് 48.9 എന്ന് കിട്ടും. അതിൻ്റെ ചുറ്റളവ് കിട്ടിയോ സമഭുജ ത്രികോണത്തിൻ്റെ? ഇനി 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം. സമചതുരത്തിൻ്റെ ചുറ്റളവ് നിങ്ങൾക്കറിയാലോ 4A. ഇതുപോലെ തന്നെ എന്താ സമചതുരം എന്ന് പറഞ്ഞാൽ? 4 വശങ്ങളും തുല്യമായ ഒന്ന്. ഇത് ചതുരായി മാറിയിട്ട് അത് സമചതുരായിട്ട് കാണണം നിങ്ങൾ. 4 വശങ്ങളും തുല്യമാണ്. അപ്പോൾ ഒക്കെ എ ആണെങ്കിൽ ഇത് 4A എന്ന് വരും. അതിലൊരു വശം 12.1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 4 × 12.1 48.4. 48.9 48.4 പോയാൽ 0.5 അല്ലേ? ഈ ചോദ്യമൊക്കെ നിങ്ങൾ എഴുതാതെ പോയി കഴിഞ്ഞാൽ കണ്ടു, ഇവിടെ ബി ആണ്, കയറി എന്ന് കൊടുക്കരുതിട്ട് അവിടെ 0.05 എന്നുണ്ട്. 0.5 സെൻറ്റിമീറ്റർ ആണ്. ഇതൊക്കെ എത്ര സിമ്പിളാണ്. നിങ്ങൾ മനസ്സിലാവില്ല എന്ന് നിങ്ങളുടെ മനസ്സിലെ മുൻധാരണ കൊണ്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാതെ പോകുന്ന ഭാഗമാണ്. ഈ ചോദ്യം നോക്കൂ, ഇത് മുൻകാല ചോദ്യമാണ്. ഇത് ആൽജിബ്രിക് ഐഡന്റിറ്റീസ് എന്ന് വരുന്നതാണ്. നിങ്ങൾ ആൽജിബ്രിക്കൽ ഐഡന്റിറ്റീസ് ആയിട്ട് ഓർക്കേണ്ടത് a+b² a² + 2ab + b², a−b². ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതേ ചോദ്യ പേപ്പറിൽ തന്നെ അത് കാണുക. a² - 2ab + b² ആണ്. ഇതുപോലത്തെ ഒരു ആൽജിബ്രിക് ഐഡന്റിറ്റിയാണ് ഇത് എന്താണെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. a+b × a−b എന്ന് പറഞ്ഞാൽ a² - b² ആണ്. a² - b². ഇവിടെ നോക്ക് 6.42 - 3.62. എ എന്ന് 6.4നെയും ബി എന്ന് 3.6നെയും വിളിച്ചാൽ ഇതാ ഫോം അല്ലേ? a² - b² ഫോം അല്ലേ? a² - b² ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എയും ബിയും കൂടി കൂട്ടണം. 6.4 3.6 തമ്മിൽ കൂട്ടണം. അത് കൂട്ടിയാൽ എത്ര കിട്ടി? 10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ a+b × a−b ഇത് 10 ആയി. ഇനി 6.4 - 3.6. 6.4 ന്ന് 3.6 കുറച്ചാൽ നിങ്ങളുടെ കണ്ണാണ്ട് ഞെട്ടി 2.8 × 2.8. ഇപ്പോൾ 6.42 - 3.62 ഞാൻ a+b a−b ഫോമിലാക്കി. ഇനി അടിയിൽ ആരാ കിടക്കണത്? 2.8. 2 വെട്ടിപ്പോയാൽ എത്രയാ? 10. ഇത്രയേ ഉള്ളൂ. ഇത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഇതേ ടൈപ്പ് ചോദ്യം. എൻ്റെ കയ്യിലുള്ള 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ എണ്ണം, നോട്ടിൻ്റെ നമ്പർ 7575 ആണെങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ എന്തായിരിക്കും? ഇതേ രീതിയിലല്ലെങ്കിലും ഇതേ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ചോദ്യങ്ങൾ മുൻകാലത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം നോക്കുക. 60 10 രൂപ നോട്ടുകളുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 75 ആണെങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ കിട്ടാൻ നിങ്ങൾ 75 നിങ്ങൾ 60 കൂട്ടും. അതന്നെയാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 76 35 എന്ന് കിട്ടും. നിങ്ങൾക്ക് നെഗറ്റീവും കിട്ടും. അവിടെ അത്രയും സിമ്പിളായി തന്നതല്ല എന്ന് മനസ്സിലാക്കണം. അവിടെ എന്തോ ഒരു ചതി ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണ് ആ ചതി? ഇത് ഒന്നാമത്തെ നോട്ടാ 75 ഇനി 59 തന്നെ ഉള്ളൂ. ആകെ 60 എണ്ണല്ലേ ഉള്ളൂ. അതിൽ 1 കഴിഞ്ഞു. അപ്പോൾ 75 നിങ്ങൾ
59 കൂട്ടാൻ പാടുള്ളൂ. ക്ലോക്കിൻ്റെ ഇൻ്റർവെല്ലൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ 5 9 14, 8 5 13, 5 1 6, 76 34 എന്ന ആൻസർ കിട്ടി. അടുത്തത് നോക്കൂ, വിട്ടുപോയ സംഖ്യ. ഇതൊക്കെ ചെയ്താണ് വിട്ടുപോയ സംഖ്യ നമ്മൾ പഠിക്കേണ്ടത്. ഇതുപോലെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിട്ടില്ലേ? 1ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1 എഴുതി, 5 എഴുതി, വ്യത്യാസം എത്രയാ? 4. 5ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 6. 11ഉം 19ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 8. എന്തെങ്കിലും പാറ്റേൺ കാണുന്നുണ്ടോ? യെസ്, ഇവിടെ കാണുന്നുണ്ട്. 4നോട് 2 കൂട്ടിയാൽ 6, 6നോട് 2 കൂട്ടിയാൽ 8, അപ്പം ഇനി 8നോട് 10 കൂട്ടിയാൽ കറക്റ്റായി 29. അപ്പം ഇനി 10നോട് 12 കൂട്ടിയാൽ 29നോട് 12 കൂട്ടിയാൽ 41 ആൻസറായി. അപ്പം അവസാനം വരെ കണ്ടവർ നിങ്ങളൊന്ന് പറയും, നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ. ഞാൻ എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒറ്റ ക്ലാസ് കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിനടുത്ത് എത്തി. നിങ്ങൾ കണ്ടുപോവുക. ഞാൻ പതിവായി ആവർത്തിച്ച് മറ്റെവിടെ എല്ലാം ഞാൻ നോക്കുന്നുണ്ട്. മനോരമ തൊഴിൽ വാർത്ത നോക്കും, വീതി നോക്കും, മാതൃഭൂമി തൊഴിൽ വീതി നോക്കും, PSC ബുള്ളറ്റിൻ നോക്കും, പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനലുകൾ നോക്കും. നമുക്ക് പലതും പഠിക്കാനുണ്ടാവും. അതൊക്കെ കണ്ട് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വിശകലനം ചെയ്തു തരുന്നത്. ഓക്കെ, തീർച്ചയായും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകരിക്കും. സ്ഥിരം കാണുക. നിങ്ങളുടെ പഠനത്തെ ചുരുക്കുക. പഠിക്കുന്ന സമയം കൂട്ടുക. പഠിക്കാനുള്ള സാമഗ്രികളുടെ എണ്ണം ചുരുക്കുക. ഓക്കെ, ചുരുക്കിയാൽ സ്ഥിരമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ PSC 2025 തന്നെ ക്രാക്ക് ചെയ്യണം. മനസ്സിലായത്? സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, അല്ലാതെ ഹാർഡായിട്ടല്ല വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.